UDFിന്റെ വലിയ തരംഗം BJP ലക്ഷ്യമിട്ടിരുന്ന കോർപ്പറേഷൻ പിടിക്കാൻ BJPക്ക് കഴിഞ്ഞു. പക്ഷേ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് LDFിനാണ്. ഈ നീക്കങ്ങൾ അതോടൊപ്പം തന്നെ ഈ സാഹചര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? താങ്കൾ ചോദിച്ച കറക്റ്റാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പ് വലുതായിട്ട് പ്രതിഫലിപ്പിക്കും. BJPയെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തിന് BJP വരരുതെന്നുള്ള ആഗ്രഹമാണ്. UDFിനും BJP വരരുതെന്നുള്ള ആഗ്രഹമാണ്. BJPക്ക് മുൻപൊന്നും ഭരണമില്ല, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനുള്ളത് പുതിയ ലോകമാണ് കേരളത്തിൽ. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം വരുന്ന അസംബ്ലി മേയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിർണായകമാണ്. പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും പറഞ്ഞത് 9 സീറ്റെങ്കിലും BJP അസംബ്ലിയിൽ പിടിക്കും. കേരളത്തിൽ BJPയുടെ സപ്പോർട്ടോടുകൂടിയേ അടുത്ത ഗവൺമെൻറ്റുകൾ വരുവാൻ ഒക്കുകയുള്ളൂ. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് മാറിയതോടുകൂടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ 20 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ അടുത്ത തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വിജയിക്കുന്നു. അവർക്ക് മേയർ സ്ഥാനം ഉറപ്പാണ്, കാരണം 2 സ്വതന്ത്രർ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് MP ഉള്ള തൃശ്ശൂരിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടല്ലോ, അത് വലിയ രീതിയിൽ ചർച്ചയാകില്ലേ? ആണ്. അത് ലേഖൻ ചോദിച്ചത് വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. BJPയുടെ ചില സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ തൃശ്ശൂർ കോർപ്പറേഷനെ ബാധിച്ചിട്ടുണ്ട്. 2, അവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ വോട്ട് ഏകീകരണത്തിന് UDFിന് അവിടെ സാധിച്ചു. മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലും ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഇടയിലും BJP വന്നാൽ ഡേഞ്ചറാണെന്ന് ധരിപ്പിച്ചു. പക്ഷേ അന്ന് സുരേഷ് ഗോപിയുടെ സാഹചര്യമല്ല അവിടുത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്. ഞാൻ വിളിച്ചാൽ ഓടി വരുന്ന കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി കൗൺസിലർ ആരായിരിക്കും? വ്യക്തിമുദ്രകൾ പറയുമ്പോഴും ഇരട്ട സംഖ്യ എത്താൻ കഴിഞ്ഞിട്ടില്ല. 8 സീറ്റുകളാണ് നിലവിലുള്ളത്. അതാണ് പറഞ്ഞത്. ആ രീതിയിൽ BJPക്കെതിരെ അവിടെ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചത് BJPയുടെ തൃശ്ശൂർ നേതൃത്വം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 1. 2, തിരുവനന്തപുരം പ്ലാൻ ചെയ്തതുപോലെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് നല്ലൊരു ഉൾക്കാഴ്ചയോടുകൂടി ഓരോ വാർഡിലും നല്ല സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ വിവിധ പ്രൊഫഷണലിസ്റ്റുകളെ, വിവിധ ടെക്നീഷ്യനുകളെ, വിവിധ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ളവരെ സ്ഥാനാർത്ഥികൾ തൃശ്ശൂരാക്കിയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരും പിടിക്കാം. അതിനിടയിൽ BJPയുടെ പടലപ്പണക്കവും ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായി പോയി. BJPക്കകത്ത് തന്നെ അവിടെ ചില സംസാരങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തട്ട് ചായക്കട മരക്കൂട്ട ചർച്ചകൾ അദ്ദേഹം വരുമ്പോൾ, അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ നമ്മുടെ തന്നെ ചില ആൾക്കാരുടെ സഹായങ്ങൾ മറ്റ് കക്ഷികൾക്ക് കിട്ടിയോ എന്നുള്ളത് BJP പരിശോധിക്കേണ്ട സഹായമാണ്. ഒരു MP എന്നുള്ള നിലയിൽ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയെ അവിടെ മോശമാക്കേണ്ട പ്രവണത വന്നോ ഇല്ലേ എന്ന് ഒരു സംശയം, ക്വസ്റ്റ്യൻ മാർക്കിൽ അവിടെ നിൽക്കുന്നു. അത് BJPയുടെ സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 6ലധികം നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവിടെ BJPക്ക് മുന്നേറ്റം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ പിടിക്കാൻ വേണ്ടി BJP ഇറങ്ങി, പക്ഷേ അവിടെയും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. തൃശ്ശൂർ ഒരു തിരിച്ചടിയായി മാറുന്നല്ലേ? തൃശ്ശൂർ തിരിച്ചടിയാവാൻ കാര്യമാണ് BJPയുടെ പടലഗുണമൊക്കെയാണ്, അതിനകത്തൊരു സംശയമില്ല. അത് കാരണം നാം കൊല്ലം പരിശോധിച്ചാലും കോഴിക്കോട് പരിശോധിച്ചാലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിൽ മാത്രമാണ്. അത് സ്വാഭാവികമായി ചർച്ചയാകും. അത് ചർച്ചയാകും. കാരണം സുരേഷ് ഗോപിയുടെ ചില സ്വതന്ത്രമായ തീരുമാനങ്ങൾ അദ്ദേഹം പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് എടുക്കാത്തതിൽ ലോക്കൽ തലത്തിലുള്ള പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. മണ്ഡലം കമ്മിറ്റികൾ, ജില്ലയിലുള്ളവർ. 1 അത്. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ഥാനാർത്ഥി നിർണയത്തിൽ എവിടെയും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഏബിൾ കാൻഡിഡേറ്റ് ആണ്. അവിടെ സാമുദായിക പരിഗണന കൊടുക്കണം, മത പരിഗണന കൊടുക്കണം, സാംസ്കാരിക പ്രവർത്തന പരിഗണന കൊടുക്കണം, ഏത് വാർഡിൽ ഏത് സമുദായം കൂടുതൽ, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ചർച്ചകളിൽ കൂടിയും ഒരു നേതൃത്വ പടവം ഇത്രയും സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ തിരുവനന്തപുരം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുപോലെ തൃശ്ശൂർ നഗരം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അവിടെ വിജയം സുനിശ്ചിതമാകുമായിരുന്നു. ഈ ജനത താമരയിൽ ചിഹ്നത്തിൽ കുത്തിയ ജനതയാണ്
ഇപ്പോൾ തിരിച്ചവിടെ ചെയ്തിട്ടുള്ളത്, കോൺഗ്രസിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം ഇദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ എന്നുള്ള നിലയിലും പാർട്ടിയും സംയോജിപ്പിച്ചുകൊണ്ട്, അവിടെ ഒരു മിനിസ്റ്ററായി പോയെങ്കിലും എല്ലാം മിനിസ്റ്റർക്ക് ആ മണ്ഡലത്തിൽ ചെയ്യുവാൻ പറ്റുകയില്ല. അവിടെ ഒരു വികസന രേഖയ്ക്ക് വേണ്ട കമ്മിറ്റി എടുത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുവാൻ പോവുകയാണ്, ഇന്ന കാര്യം ചെയ്യണമെന്നൊരു ആസൂത്രണ പദ്ധതി തിരുവനന്തപുരം തയ്യാറാക്കിയതുപോലെ തൃശ്ശൂർ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ നഗരസഭ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഈ LDFന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? LDFന് ഇനി ജീവൽ മരണ പോരാട്ടമാണ്. LDF എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വച്ച് നോക്കുകയാണ് എങ്കിൽ ബംഗാളിൽ എങ്ങനെയാണോ ജനം തിരസ്കരിച്ചത്, ത്രിപുരയിൽ എങ്ങനെയാണോ ജനം തൂത്തെറിഞ്ഞത്, ആ ഒരവസ്ഥ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും. കാരണം ഒന്ന്, അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. രണ്ട്, അവർ കാണുന്നതെല്ലാം ഭൗതികമാണ്. മൂന്ന്, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ രാജ്യ പ്രവണത എന്ന് പറയുന്നത് ചില നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയെന്ന് ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ ചൈന നോക്കുക. ചൈനയിൽ അവരുടെ പാർട്ടി നോമിനിയാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും. ക്യൂബയിൽ അതുപോലെയാണ്. അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരിടവും അവർക്ക് ജനാധിപത്യ വിശ്വാസത്തിൽ എലക്ട് ചെയ്ത് വരണമെന്ന് ആഗ്രഹമില്ല, നോമിനേഷനാണ്. അപ്പോൾ ഈ ജനാധിപത്യ വിശ്വാസത്തിൽ ഇല്ലാത്തത് കൊണ്ടും കേരളത്തിലെ ഭരണം ദുർഭരണം. ഒന്ന്, ഈശ്വരവിശ്വാസമില്ല. ആ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ ദേവസ്വം ബോർഡുകൾ കൈകാര്യം ചെയ്താൽ എങ്ങനെയിരിക്കും? ദേവസ്വം ബോർഡിലെ ഒരു മിനിസ്റ്റർ വന്നാലോ, അവിടുത്തെ ഒരു പ്രസിഡന്റ് വന്നാലോ, ഒരു MP വന്നാലോ, നമ്മളെല്ലാം ക്ഷേത്രത്തിൽ തൊഴാൻ പോയാൽ ശ്രീധർമ്മശാസ്താവിന് കൈകൂട്ടി തൊഴും. ഇവർ കൈ താഴെ ഇട്ടിട്ട് അറ്റൻഷനായിട്ട് സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്നത് പോലെയാണ് ദീപാരാധനയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് ഇത്രയും കേരളത്തിലെ 3.5 കോടി ജനത കാണുകയാണ്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ളവരാണ് ക്ഷേത്രം ഭരിച്ചത് കൊണ്ടാണ് അയ്യപ്പൻ്റെ കട്ടളപ്പകളി വരെ അടിച്ചുകൊണ്ട് പോയത്, അയ്യപ്പൻ്റെ വാതിൽ വരെ അടിച്ചുകൊണ്ട് പോയത്. ഒന്ന് ചിന്തിച്ചു നോക്കണം, അവിടെ ഇരിക്കുന്ന ശ്രീധർമ്മശാസ്താവ് പണ്ടുണ്ടായിരുന്ന പ്രതിഷ്ഠയാണോ എന്നൊരു സംശയമുണ്ട്. അവിടുത്തെ ചിത്തിര ആട്ട വിശേഷ സമയത്ത് ബിന്ദു അമ്മിണിയെയും ഇത്തരത്തിലുള്ള സ്ത്രീകളെ അവിടെ കയറ്റി ആചാരലംഘനം നടത്തിയപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ വരെ അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് ആർക്കറിയാം? ഇവിടെ കോലാഹലം നടക്കും, പോലീസ് ലാത്തിച്ചാർജ്, ബാക്കിയുള്ളത്. ഇത് ഇങ്ങനെ പറയുമ്പോഴും ഈ സമരത്തിന്റെ ഫലമായി, അന്ന് നടന്ന സമരത്തിന്റെ ഫലമായി BJP നേടിയ 12 നഗരസഭ നഷ്ടമായിട്ടുണ്ടെന്നാണ് അവസാനം വരുന്ന വിവരങ്ങൾ. അവിടെയും ഞാൻ നേരത്തെ പ്രതിപാദിച്ചതാണ്, തിരുവനന്തപുരത്തിന്റെ സംഘപരിവാർ ആൾക്കാർ ഒന്നടങ്കം നിന്നതുകൊണ്ടും BJP രാജനൈതിക രംഗത്ത് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ പരിവാറിൽ ഒന്നെന്നുള്ള വിശ്വാസമാണ് നമുക്ക് BJPയോടുള്ളത്. പഴയ ജനസംഘമാണ് ഇന്നത്തെ BJP. ഭാരതീയ ജനസംഘത്തിന്റെ നേതാവ് ദീനദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന ആള് സംഘത്തിന്റെ പ്രചാരകനാണ്, സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താവാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ മതവൽക്കരണം വന്നപ്പോൾ രാഷ്ട്രീയ സ്വയം സേവാ സംഘം പറഞ്ഞു, നമുക്ക് പാർലമെന്റിൽ രാജനൈതിക രംഗത്ത് സംസാരിക്കുവാൻ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പാർട്ടി വേണമെന്നുള്ളതുകൊണ്ട് സംഘത്തിന്റെ ഈ പ്രചാരകനെ ജനസംഘം രൂപീകരിക്കുവാൻ വിട്ടു. 3 പേർ, ദീനദയാൽ ഉപാധ്യായ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങിയ അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ നേതാക്കളെ ജനസംഘം പോലുള്ള പ്രസ്ഥാനം രൂപീകരിച്ചു. അത് ജനതാ പാർട്ടി ഗവൺമെന്റ് വന്ന ദ്വയാംഗത്വ പ്രശ്നം, RSSുമായിട്ട് ബന്ധമുള്ളവർ ജനതാ പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞ് പിളർന്നു. അങ്ങനെയാണ് 80-ൽ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ കുശുബ് താക്കാറ എന്ന് പറയുന്ന നേതൃത്വം കൊടുത്തുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയെയും അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയും ചേർത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം സെപ്റ്റംബർ 6-ാം തീയതി രൂപം കൊടുത്തുകൊണ്ട് ഈ 44 വർഷം തുടർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതിൻ്റെ പിന്നിൽ ഉള്ള ശക്തി എന്ന് പറയുന്നത് RSS ആണ്, രാഷ്ട്രീയ സ്വയം സേവാ സംഘമാണ്. ആ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള സകല പരിവാർ പ്രസ്ഥാനങ്ങൾ, വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, BMS, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, മഹിളാ ഐക്യവേദി, ഭാരതീയ വിചാര കേന്ദ്രം തുടങ്ങിയ പ്രസ്ഥാനങ്ങളെല്ലാം തിരുവനന്തപുരത്ത് ഈ ജനാധിപത്യ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വർക്കിനിറങ്ങണമെന്ന് പറഞ്ഞ് ഓരോ പരിവാറിന് ഓരോ ഘട്ടം വീതിച്ചു കൊടുത്തതിൻ്റെ ഒരു വിജയമാണ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള 50 കൗൺസിലർമാരുമായിട്ട്
ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്നത്.